ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് ബാങ്കിൽ നിന്നും ഒരു 55 ലക്ഷം രൂപ ഇങ്ങനെ അനിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കണം കേട്ടോ. ഇതാ അനി, നീ നടത്തുന്ന ജ്വല്ലറിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ പണം ഇതാ എന്ന് പറഞ്ഞിട്ട് അനിയുടെ കൈകൾ കൊടുക്കണം. അപ്പോൾ ഉടൻ തന്നെ അനി പറയുന്നുണ്ട്, ശരി ആദർശ് ഏട്ടാ, ഞാൻ ഓഫീസിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോയിക്കൊള്ളാം, ആദ്യം ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അനി കുളിക്കാൻ പോവാണ്. എന്നാൽ ഈ സമയം അനാമിക റൂമിലോട്ട് വരുമ്പോൾ മേശപ്പുറത്ത് ഒരു ബാഗ് ഇരിക്കുന്നത് കാണാണ്. ഇത് കാണുന്ന അനാമിക, ഇതെന്താ ഇത്രയും വലിയൊരു ബാഗ്, എന്താ സംഭവം എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അനാമിക ആ ബാഗ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പണക്കെട്ടുകൾ ഇരിക്കുന്നത് കാണാൻ കേട്ടോ. ഇത് കാണുന്ന അനാമികയുടെ കിളി പോവാണ്. കാരണം ഇന്നേ വരെ ഇത്രയും പണം ഒരുമിച്ച് കണ്ടിട്ടില്ലാത്ത അനാമികക്ക് മൊത്തത്തിൽ കിളി പോയ ആ അവസ്ഥയെത്താണ്. പിന്നീട് അനാമിക ഒന്നും നോക്കില്ല, തൻ്റെ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് രേവതിക്ക് വിളിക്കുകയാണ്. അമ്മേ, ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. എന്താ എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതല്ല അമ്മേ, ഞാനിപ്പോൾ ഈ റൂമിൽ വന്ന് നോക്കുമ്പോൾ അനി ഇവിടെ മേശപ്പുറത്ത് ഒരു ബാഗ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. എന്താ അതിൽ സ്വർണ്ണമാണോ? അല്ല അമ്മേ, ഒത്തിരി പണമുണ്ട്, ഏകദേശം ഒരു 10-60 ലക്ഷം രൂപയുടെയൊക്കെ അത്രയും തോന്നുന്നു, എത്രയാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്നാ മോളെ നീ ഒട്ടും വഴുകിക്കണ്ട, ആ പണം അടിച്ചു മാറ്റിക്കോ. അതെങ്ങനെ അമ്മേ പറ്റും? ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെ അത് അടിച്ചു മാറ്റാനാണ്? നീ ഇപ്പം തന്നെ ആ വീട്ടിൽ നിന്നും ആ ബാഗ് എടുത്ത് ആ ബാഗ് അവിടെ വെച്ച് അതിന് പകരം അതിൽ വേറെ എന്തെങ്കിലും നിറച്ചതിന് ശേഷം വേറൊരു ബാഗ് എടുത്ത് ആ പണവുമായി നീ എൻ്റെ അടുത്തോട്ട് ഇറങ്ങണം. അമ്മ എന്താ ഈ പറയുന്നത്? ആ വല്യമ്മ എന്ന് പറയുന്നവരെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അവരാകെ മാറി മറിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അവർക്ക് ലിവറാണോ മാറ്റിവെച്ചത്, അത് അവരുടെ തലച്ചോറാണോ മാറ്റിവെച്ചതെന്ന് പറയാൻ കഴിയില്ല. അത്രയും മാറ്റമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. പലതും അവരിപ്പോൾ എനിക്കൊപ്പം നിൽക്കുന്നില്ല. അതൊന്നും നീ നോക്കണ്ട മോളെ. കാരണം ഇപ്പോഴത്തെ നമ്മുടെ മാനസികാവസ്ഥ എല്ലായിടത്തുനിന്നും ഓരോരുത്തരും നിന്നെ വെറുത്തും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനന്തപുരിയിൽ നിനക്ക് എത്രത്തോളം സ്ഥാനം ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പണം എന്തായാലും അവിടെ നിന്നും പെട്ടെന്ന് നീ കൊണ്ടുവരാൻ നോക്ക്. എന്നിട്ട് അതിന് പകരം നവ്യയും നയനയും കുറ്റപ്പെടുത്തിയാൽ മതിയെന്ന് പറയാം കേട്ടോ. ഇതേ സമയം അമ്മേ, അതവർ വിശ്വസിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി ചേർക്കാം. കാരണം ഞാനും കൂടി അങ്ങോട്ടേക്ക് വരാമല്ലോ. എന്തായാലും നീ പണം എടുത്ത് ഇപ്പം തന്നെ ഇറങ്ങ്. അനി അവിടെ എത്തുന്നതിന് മുന്നേ, അനി കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ പെട്ടെന്ന് അത് ചെയ്യാൻ നോക്കിയെന്ന് പറയാം കേട്ടോ. ശരി അമ്മേ, എന്തായാലും അമ്മ പറയുന്നത് തന്നെയാണ് ശരി. കാരണം ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് വെച്ച് നോക്കുമ്പോൾ എൻ്റെ അമ്മായിമ്മത്തള്ള എന്ന് പറയുന്നവരുടെ കയ്യിൽ ഒന്നും തന്നെയില്ല. പിന്നെയുള്ളത് ആ വല്യമ്മയാണ്. അവരുടെ കയ്യിൽ നിന്ന് ഇനിയൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ബുദ്ധി തന്നെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനത് ചെയ്യാമെന്ന് പറയുന്നത് തൻ്റെ ബാഗ് എടുത്ത് പെട്ടെന്ന് ആ പണമെല്ലാം അതിലോട്ടാക്കണം കേട്ടോ. പിന്നീട് അവിടെ ഇരിക്കുന്ന ഒരുപാട് അനിയുടെ കവിതകൾ എഴുതിയ ബുക്കുകളുണ്ടല്ലോ, അത് അതിലോട്ട് നിറച്ച് വെക്കുകയും ചെയ്യാണ്. ഇതേ സമയം അനാമിക പെട്ടെന്ന് വെളിയിലോട്ട് പോവാണ്. എന്നാൽ യാദൃശികമായി ദേവയാനി ഇതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ദേവയാനി അനാമികയുടെ ഓരോ പ്രവൃത്തിയും ഇവിടെ നിന്ന് അങ്ങ് നോക്കൽ തുടങ്ങുകയാണ്. അങ്ങനെ ഈ ഒരു ബുക്ക് മാറ്റി വെക്കുന്നു, പണം ബാഗിലാക്കി കൊണ്ടുപോകുന്നതൊക്കെ ഇങ്ങനെ ദേവയാനി കണ്ടിരിക്കുന്നു. അങ്ങനെ അനാമിക ഉമ്മറത്തോട്ട് എത്തുന്ന സമയത്ത് ദേവയാനി അനാമികയെ എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. ഇതേ സമയം അങ്ങോട്ടേക്ക് ജാനകിയും വരികയാണ്. അല്ല മോളെ, നീ എങ്ങോട്ടാ ഈ ബാഗുമായി എടുത്ത് പോകുന്നത്? ഇനിയും നീ അനിയായിട്ട് തല്ലു കൂടിയോ, വഴക്കിട്ടോ, അനി നിന്നെ അടിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? എന്താ ഇപ്പോൾ ബാഗൊക്കെ എടുത്ത് നിൻ്റെ വീട്ടിലോട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, അതല്ല അമ്മേ, എനിക്ക് കുറച്ച് ഡ്രസ്സുകൾ അടിക്കാൻ കൊടുക്കാനുണ്ട്. എന്ത് ഇത്രയും തോന്നിയ ഡ്രസ്സുകളോ? അപ്പോൾ ഉടൻ തന്നെ ദേവിയാനി, ഇത് ഡ്രസ്സാണോ അതോ മറ്റു വല്ലതും ആണോ എന്ന് പറയാൻ കഴിയില്ല. അത് കേട്ട ഉടൻ തന്നെ അനാമിക, അതെന്താ വല്യമ്മ, ഞാനിവിടെ നിന്ന് വല്ലതും മോഷ്ടിച്ച് കൊണ്ടുപോകാമെന്നാണ് വല്യമ്മ പറഞ്ഞു വരുന്നത്. ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ, നീ എന്താ പറയാത്തത് പെട്ടെന്ന് പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടാണോ നീ പെട്ടെന്ന് പിടിക്കപ്പെടുമോ എന്നൊരു പേടി നിന്നിൽ വരുന്നത്? അത് കേൾക്കുന്ന അനാമിക ഒന്ന് തപ്പിപ്പിടിക്കാൻ കേട്ടോ. ഇതേ സമയം ജാനകി, അല്ലെങ്കിൽ ഏട്ടത്തിക്ക് ഇപ്പോൾ എൻ്റെ മരുമകളെ കണ്ടുകൂടാ, അവൾ എന്ത് ചെയ്യുന്നത് ഏട്ടത്തിക്ക് കുറ്റമായിട്ടാണ് തോന്നുന്നത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അവളോട്. ഡ്രസ്സ് അടിക്കാൻ കൊണ്ടുപോവുകയാണോ എന്നല്ലേ ഞാൻ ചോദിച്ചത്. നീ ചോദിച്ചപ്പോൾ അതിന് പകരം ഞാൻ ഇങ്ങനെ ഒരു വാക്കല്ലേ പറഞ്ഞു, അതിനെന്താ അത്ര വലിയ കുറ്റം പറയാനെന്ന് പറയുമ്പോൾ അവിടെ ജാനകിക്ക് ഉത്തരമില്ല കേട്ടോ. അപ്പോഴാണ് അനി കുളി കഴിഞ്ഞ് വരുന്നത്. അങ്ങനെ അനി കുളി കഴിഞ്ഞ് വരുമ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി പെട്ടെന്ന് ആ പണം കറക്റ്റ് തന്നെയല്ലേ എന്ന് നോക്കാൻ വേണ്ടി ഷിപ്പ് തുറന്ന് നോക്കുമ്പോൾ അതിൽ പണമില്ല. ഉടൻ തന്നെ അനി, അയ്യോ ഇതിൽ പണം എങ്ങനെ പോയി? അത് അവൾ തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും, അവളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് താഴോട്ട് അമ്മ അനാമിക എവിടെയെന്ന് ചോദിക്കാനിട്ടാ. ഇത് കേട്ട ഉടൻ തന്നെ ജാനകി, അനാമിക മോൾ ഇവിടെയുണ്ട്, എടി എൻ്റെ മേശപ്പുറത്ത് ഇരിക്കുന്ന പണം എവിടെയെന്ന് ചോദിക്കാനിട്ടാ. ഇത് കേട്ട ഉടൻ തന്നെ എല്ലാവർക്കും മുന്നിൽ അനാമിക ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, എന്നെ പിടിച്ചല്ലോ എന്ന ഭയത്തിൽ നിൽക്കാണ്. ഉടൻ തന്നെ അനാമിക, എന്തായാലും പിടി കൊടുക്കാൻ പാടില്ല, പെട്ടെന്ന് അങ്ങ് കയറി സംസാരിക്കണമെന്ന് കരുതി തന്നെ അനാമിക പറയണേ, എന്നോട് എന്താ ചോദിക്കുന്നത്? നീ വെച്ച പണം നീ എവിടെ വെച്ചെന്ന് അറിയുള്ളൂ, എനിക്കെങ്ങനെ അറിയാനാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ, ഞാൻ നിന്നോട് ചോദിച്ചത് മറുപടി പറയാനാണ് പറഞ്ഞത്, എൻ്റെ പണം
എവിടെയടി എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ദേവയാനി പറയണേ അതാ അവളുടെ ബാഗിലുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്ക്, അതിൽ കാണാൻ പറ്റുമെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന ജാനകിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്. ഏട്ടത്തി എന്താ എൻ്റെ മരുമകളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്? അത് കേൾക്കുന്ന അനി പറയാണ് ഇവളതും ചെയ്യും അമ്മ, ഇതിലപ്പുറം ചെയ്യും, അതുകൊണ്ട് അവളുടെ ബാഗ് പരിശോധിക്കണം. ഇത് കേൾക്കുന്ന അനാമിക എന്നെ നിങ്ങളെല്ലാവരും കള്ളിയാക്കാൻ നോക്കുകയാണല്ലേ? ശരി, എൻ്റെ ബാഗ് പരിശോധിക്കുന്നതിന് മുന്നേ ഈ വീട്ടിലെ എല്ലാവരുടെയും ബാഗ് പരിശോധിക്കണം, അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറയാം കേട്ടോ. എന്നാൽ ഈ സമയം ആ ഒരു വാക്കിന് അനുകൂലമായി തന്നെ ദേവയാനി നിൽക്കുകയാണ്. ശരി, എല്ലാവരുടെയും ബാഗ് പരിശോധിച്ച് നിൻ്റെ ബാഗിൽ ഈ പണമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വിധിക്കുന്ന ശിക്ഷ വേറെ ആയിരിക്കുമെന്ന് പറയണേ. അങ്ങനെ നയനയുടെയും നവ്യയുടെയും ഒക്കെ ബാഗ് പരിശോധിക്കാനായിട്ട് അവരുടെ റൂമിൽ കയറി ദേവയാനി നോക്കുന്നുണ്ട്. ഇതേ സമയം ഈശ്വര ഇനി എൻ്റെ അടുത്തോട്ട് വരുമല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും ഈ ഊരാക്കുടിക്ക് നിന്ന് രക്ഷപ്പെടാൻ എന്നിങ്ങനെ അനാമിക ചിന്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ നിൽക്കുന്നിടത്ത് ഒന്ന് ഇളകാനോ ഒന്ന് മാറി നിൽക്കാൻ പോലും ദേവയാനി സമ്മതിക്കുന്നില്ല. അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഏട്ടത്തി എന്നാലും ഇത്രത്തോളം മാറുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏട്ടത്തി എൻ്റെ മരുമകളെ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല. ഏട്ടത്തിയുടെ മരുമകളെ ഏട്ടത്തിക്ക് എന്ത് വേണമെങ്കിലും സംശയിക്കാം. അനാമിക മോള് പണം കണ്ട് വളർന്നവളാണ്. അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് ഓരോ സമയത്ത് ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്നത് കണ്ടില്ല എന്നൊക്കെ പറയുമ്പോഴും ദേവയാനി അതിനൊരു വില കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഈ സമയം എല്ലാവരുടെയും ബാഗ് പരിശോധിക്കൽ കഴിഞ്ഞതിന് ശേഷം നവ്യ പറയണേ ഇനി എൻ്റെ ബാഗ് താടി ഞങ്ങൾ പരിശോധിക്കട്ടെ. അത് കേൾക്കുന്ന ദേവയാനി പറയണേ വേണ്ട, എൻ്റെ നയനമോളുടെ കൈകളിൽ കൊടുക്കുക, അവൾ പരിശോധിക്കട്ടെ എന്ന് പറയണ്ട. ഇത് കേട്ട ഉടനെ അനാമിക അങ്ങ് ദേഷ്യം പിടിക്കണം. ഞാൻ കട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് വിശ്വസിച്ചാൽ പോരെ, എൻ്റെ ബാഗ് എന്തിനു പരിശോധിക്കണം? എൻ്റെ ഡ്രസ്സുകൾ അടിക്കാൻ കൊടുക്കാൻ പോവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? ഇനിയിപ്പോൾ എൻ്റെ ബാഗ് പരിശോധിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടാനാണ്? ഇതിലില്ലെങ്കിൽ എന്നെ ഒരു കള്ളിയാക്കിയതിന് തുല്യമല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയണം അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലെ എല്ലാവരുടെയും ബാഗ് പരിശോധിച്ചല്ലോ, നവ്യ നയനയുടെ ഒക്കെ റൂം പരിശോധിച്ചല്ലോ, അവർ കള്ളിയായോ എന്ന് ചോദിക്കേണ്ടിട്ടാ. അപ്പോൾ അത് കേൾക്കുന്ന അനാമിക എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഉടനെ തന്നെ അനാമിക വാശി വിട്ടുകൊടുക്കില്ല, ഞാൻ എൻ്റെ ബാഗ് പരിശോധിക്കാൻ സമ്മതിക്കില്ല, കാരണം എനിക്ക് നിങ്ങളുടെ ആരുടെയും പണത്തിൻ്റെ ആവശ്യമില്ല, പണം വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് കൊടുന്ന് തരാം. എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ ഇവൾമാരുടെയൊക്കെ മുന്നിൽ കോടിക്കണക്കിന് പണമെത്തും, ഇവൾമാർക്കൊക്കെ പണം കണ്ടാൽ ആർത്തിയായിരിക്കും, എന്നാൽ കെട്ടുകണക്കിന് പണം കണ്ട് വളർന്ന ആളാണ് ഞാൻ, വേണമെങ്കിൽ പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കേണ്ട. മര്യാദക്ക് അങ്ങ് താടി ബാഗ് എന്ന് പറഞ്ഞ് പിടിച്ച് വലിക്കുമ്പോൾ ആ ബാഗിൽ നിന്നും പണങ്ങൾ ഇങ്ങനെ നിലത്തോട്ട് വീഴട്ടോ. ഇത് കാണുന്നതിനോടുകൂടി ജാനകിക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. അപ്പോഴേക്കും അനി പറയണം ഇത് ആദർശേട്ടൻ കൊണ്ടുവന്ന പണമാണല്ലോ, ഞാൻ അപ്പോഴും അമ്മയോട് പറഞ്ഞതല്ലേ എൻ്റെ പണം ഈ വീട്ടിൽ നിന്ന് മോഷ്ടിക്കണമെങ്കിൽ ഇവൾക്ക് അങ്ങനെയുള്ള ക്രൂരതക്കുള്ള ആ വാസനയുള്ളൂ, ഇവൾക്കാണ് ആ ക്രിമിനൽ മൈൻഡുള്ളൂ, ഇവളെ അത് ചെയ്യത്തുള്ളൂ എന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്താ എന്നോട് പറഞ്ഞത്? മനഃപൂർവ്വം നിൻ്റെ ഭാര്യയെ കുറ്റക്കാരിയാക്കാൻ നോക്കുകയാണെന്ന്. അമ്മക്ക് ഞാനത് പറയുന്നത് ദേഷ്യമല്ലേ? ഇപ്പം എന്താ ഉണ്ടായത്? എല്ലാവർക്കും മുന്നിൽ തെളിയിച്ചില്ലേ? അപ്പോൾ ഇത് കണ്ട ഉടനെ ദേവിയാനി ചോദിക്കുകയാണ് പിന്നെ ഇതെന്താ നിൻ്റെ ബാഗിൽ ഡ്രസ്സിന് പകരം എങ്ങനെ പണം വന്നു? അതെനിക്കൊന്നും അറിയില്ല. ഇവൾമാർ മനഃപൂർവ്വം എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇവൾമാർ എൻ്റെ ബാഗിൽ ഈ പണം കൊണ്ടുവന്ന് വെച്ചതാണ്, ഞാൻ കുറ്റവാളി ആവാൻ വേണ്ടി എന്നുള്ള ആ വാക്കുകളൊക്കെ പറയുമ്പോൾ ജാനകി എല്ലാവർക്കും മുന്നിലിട്ടിട്ട് അനാമികയെ കരണത്ത് ഒരൊറ്റ അടി അടിക്കാൻ കേട്ടോ. എന്നിട്ട് പറയണേ എന്നാലും നിനക്കൊപ്പം മാത്രം നിന്നവളാണ് ഞാൻ, സദാസമയം എൻ്റെ മരുമകൾക്ക് വേണ്ടി വാദിച്ചവളാണ് ഞാൻ, എന്നിട്ട് നീ എന്താ എന്നോട് ചെയ്തത്? എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ് ഞാൻ കൂടെ പിടിക്കുമ്പോൾ നീ അനിയുടെ സ്വർണം മോഷ്ടിക്കുമെങ്കിൽ ഒന്ന് അവനോട് പറഞ്ഞിട്ട് നിനക്ക് വേണ്ട പണം അവൻ തരില്ലേ? എന്തിനു വേണ്ടി നീ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മുന്നിൽ തലങ്ങും വിലങ്ങും ഇട്ടടിക്കുമ്പോൾ നവ്യ ഇളയമ്മേ ഇത് കുറച്ച് മുന്നേ ആവായിരുന്നു, എന്നാൽ ഈ വീട്ടിലെ ഒരുപാട് ക്രൂരതകൾക്കൊരു ശമനം കിട്ടിയിരുന്നു എന്നിങ്ങനെ നവ്യ പറയുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കിടുക്കൻ സീനുകളാണ് ഇനി വരാനിരിക്കുന്നത്.